കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നിതിൻ്റെ സഹോദരി ഭർത്താവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയം ഇങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇതിന് മുൻപ് അറിയിച്ചിരുന്നു അവിടെ കോളേജിൽ? ഇല്ല, കോളേജ് സംബന്ധമായിട്ട് ഇങ്ങനെ ഈ റാഗിങ് വിഷയങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് ആദ്യത്തെ ഒരു 1-2 മാസം സീനിയേഴ്സിൻ്റെ കുറച്ച് അത് ഞാൻ നോർമലായിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം സാധാരണ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകാറുള്ള റാഗിങ് പോലെ ഞാൻ അവനോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാര്യമാക്കണ്ട, പഠിക്കാൻ നോക്ക്, സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ അതിനുശേഷം അവൻ പഠിത്ത കാര്യങ്ങളായിട്ടൊക്കെ മുമ്പോട്ട് പോകുമായിരുന്നു. ഈവൻ ഫ്രഷേഴ്സ് ഡേയിൽ അന്ന് പോലും ഈ പറഞ്ഞ സീനിയേഴ്സായിട്ടൊക്കെ പിന്നീട് അവൻ നല്ല ഇതിൽ ഹാപ്പി ആയിരുന്നു. അങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ടീച്ചേഴ്സിൻ്റെ ഭാഗത്താണ് കൂടുതൽ. ഇതിപ്പോൾ നമുക്ക് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു ഇഷ്യൂ ആണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തോ റാഗിങ് ആവാനാണ് സാധ്യത. കാരണം ഇപ്പോൾ 3-4 പേരുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മൊത്തം സ്റ്റാഫിൻ്റെ അവിടുത്തെ പ്രൊഫസർമാരാണ്. പിന്നെ ഒരാൾ HOD, പ്രൊഫസർ വിത്ത് HOD ആണ്, റാമെന്ന് പറഞ്ഞ്. പിന്നെ ഒരു സംഗീത, അത് അവിടുത്തെ ഒരു പ്രൊഫസറാണ്. പിന്നെ ഒരു ഹോസ്റ്റൽ വാർഡൻ, അവൻ തങ്ങിയിരുന്ന ഹോസ്റ്റലിലെ വാർഡൻ. ഇത് പരാതി എന്തെങ്കിലും കൊടുത്തായിരുന്നു പ്രിൻസിപ്പാളിന്? നിതിൻ അവിടെ പരാതി കൊടുത്തതായിട്ട് ഓൾറെഡി നമുക്ക് ഫോണിൽ ഞാൻ നോക്കിയായിരുന്നു. അവൻ്റെ സഹോദരിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചാറ്റിൽ ഞാൻ കണ്ടു. ഇങ്ങനെ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു പരാതി അവൻ ബോധ്യപ്പെടുത്തിയിരുന്നു പ്രിൻസിപ്പളിന്, അതായത് ഇപ്പോഴത്തെ പുതിയ പ്രിൻസിപ്പളിന്. നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ നടപടി ഇന്നലെ പ്രിൻസിപ്പൾ എനിക്കൊന്ന് 1-2 ദിവസം പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു പരാതി അവിടെ ഒന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മേലെ ഈ പറഞ്ഞ റാമെന്ന് പറഞ്ഞ വ്യക്തിയുടെ മേലെ ഒരു പരാതി ഒന്നും ആരും ഇതുവരെ കുട്ടികളോ സ്റ്റുഡൻസോ സ്റ്റാഫോ ഒന്നും കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഇല്ലെന്നല്ലേ പറയുന്നത്. കൂടുതൽ ഇനിയിപ്പോൾ അതിൽ വകുപ്പ് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സസ്പെൻഷൻ ഒരു അലങ്കാരമാണ് അവർക്ക്. കാര്യം ഇതിന് മുമ്പ് 2 വർഷം മുമ്പ് ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയത് ഇപ്പോഴാണ്. കാര്യം അവൻ ഡ്രീം ചെയ്ത് പോയ ഒരു കോഴ്സാണത്. MBBS ആഗ്രഹിച്ചിട്ട് അതിൻ്റെ കുറച്ച് സീറ്റിൻ്റെ ഒരു കുറവ് കാരണം ഈ ഡെൻ്റലിലേക്ക് പോയതാണ്. എന്നിട്ട് ഞങ്ങളൊക്കെ അത് പറഞ്ഞ് പഠിക്കാൻ പോയ ഒരു കുട്ടിയാണ്. അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ ഇത്രയും ദൂരം നമ്മൾ പറഞ്ഞു വിട്ടെന്നുള്ളതിലൊരു സങ്കടമുണ്ട് ഇപ്പം. കാരണം അങ്ങനത്തെ ഒരു ചെറിയൊരു കുടുംബത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് +2 കഴിഞ്ഞ് 4 വർഷം സ്വന്തമായിട്ട് അധ്വാനിച്ച് പഠിക്കാൻ പോയ പയ്യനാണ്. അപ്പോൾ അവന് ആ കോളേജിൽ നിന്ന് എന്തായാലും കുട്ടികളാണെന്ന് ഞാൻ സംശയിക്കുന്നില്ല, സ്റ്റാഫ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തികൾ. അത് നല്ല രീതിയിൽ മെൻ്റലായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇദ്ദേഹം തന്നെയാണോ തള്ളിയിട്ടെന്നുള്ള ഒരു സംശയമേ ഉള്ളൂ. കാരണം പുള്ളിക്കാരൻ്റെ ഏജ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മകൻ്റെ പ്രായം പോലും ആവാനുള്ള ഒരു ഏജ് ഇതിനില്ല. അല്ലെങ്കിൽ തന്നെ ഒരു 55-60 വയസ്സുള്ള അയാൾ കൊടുക്കേണ്ട കാര്യങ്ങളല്ല ചെയ്തേക്കുന്നത്. അതും ക്ലാസ് റൂമിൽ നടന്ന സംഭവങ്ങളാണ്. അത് അവിടുത്തെ കുട്ടികളോട് അന്വേഷിച്ചാൽ പോലും അറിയാൻ പറ്റും, ക്ലാസ്മേറ്റ്സിനോട്. പക്ഷെ ഒരു കുട്ടി പോലും ഇതിനെപ്പറ്റി സംസാരിക്കാനോ പ്രതികരിക്കാനോ ഇന്നേ അവരെ വന്നിട്ടില്ല. ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ പോലും ഞാൻ അവിടെ എല്ലാവരോടും ചോദിച്ചു, ആർക്കും ഒന്നും പറയാനും വയ്യ. അവരെല്ലാവർക്കും പേടിയാണ്, അവരെ കണ്ണിൽ മുഖത്തൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാതെ. ഇതിന് ശേഷം പലരും വന്നു. എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, അവർക്ക് ഇനി അവിടെ പല വർഷങ്ങളും പഠിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരാരും മുന്നിട്ട് വരുന്നില്ല. ഇത് സത്യമായ കാര്യമാണ്, ഞാൻ തിരിച്ചറിഞ്ഞ കാര്യമാണ് അവിടെ. ഇത്തരത്തിലാണ് വലിയ സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് നിതിൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ആവശ്യം. സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായ നടപടികളിലേക്ക് സ്വീകരിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. എന്തായാലും വലിയ ദുഃഖത്തിലാണ് കുടുംബം. കൂടുതൽ അന്വേഷണം വേണം എന്നൊരാവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. ഇത് സസ്പെൻഷനിൽ ഒതുങ്ങരുത് നടപടികൾ എന്നതാണ് കുടുംബം ആവർത്തിച്ച് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.